ഹായ് ഹലോ വെൽക്കം ടു നാടൻ ടേസ്റ്റി കുക്കിംഗ്. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് 4 മണിക്ക് ചായക്കൊപ്പൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പപ്പട വടയുടെ റെസിപ്പി ട്രൈ ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുപോലത്തെ ചെറിയ 6 പപ്പടം എടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് നന്നായി ഒന്ന് സ്റ്റിഫായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 1/4 കപ്പ് പച്ചരി 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, കറുത്ത എള്ള് 2 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. അപ്പൊ ആദ്യം തന്നെ കുതിർത്ത് വെച്ച പച്ചരി കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. ഇനി അതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. എള്ള്, ജീരകം, മുളക് പൊടി, ഉപ്പ് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചേർക്കണം. പപ്പടത്തിൽ ഉപ്പുള്ളത് കൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ദോശയുടെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ബാറ്റർ വല്ലാണ്ട് തിക്കാവാനും വല്ലാണ്ട് ലൂസാവാനും പാടില്ല കേട്ടോ. ഇനി നമുക്ക് പപ്പടവട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ പപ്പടം മാവില് ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കാം. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഈ കോട്ടിങ് ആക്കി കൊടുക്കാം. എന്നിട്ട് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഗോൾഡൻ കളർ ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറച്ചും ഇട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം. അപ്പൊ പപ്പടം പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു വരും. അതുപോലെയല്ല കേട്ടോ, പപ്പടവട മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ മൊരിച്ചെടുക്കണം. അല്ലെങ്കിൽ അതിങ്ങനെ ഉള്ളു വേവാതെ ഞെളങ്ങിയിരിക്കണ മാതിരി ഇരിക്കും. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ മൊരിച്ചെടുക്കണം. ആദ്യത്തെ പപ്പടവട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാ പപ്പടവടയും തയ്യാറാക്കി എടുക്കാം. ഇത് ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എന്നാൽ നല്ല ടേസ്റ്റിയാണ്. വൈകിട്ട് 4 മണിക്ക് ചായയോടൊപ്പം കഴിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.